നമ്മൾ ഫോണിൽ നിരവധി ആപ്ലിക്കേഷനും ഗെയിമുകളുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനും ഗെയിമുകളിലുമൊക്കെ നിരവധി അനാവശ്യ പരസ്യങ്ങൾ വരാറുമുണ്ട്. അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് കൊണ്ട് തന്നെ ദയവായിട്ട് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ മൊബൈൽ ഫോണിൽ കാണിക്കുന്ന മുഴുവൻ പരസ്യങ്ങളും ഇല്ലാതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് പ്രൈവറ്റ് DNS. അല്ലാതെ തന്നെ പ്ലേ സ്റ്റോറിന് പുറത്ത് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ വളരെയധികം അപകടമാണ്. ചിലരൊക്കെ ഫോണിൽ പ്രൈവറ്റ് DNS ആയിട്ട് ആഡ് ഗാർഡിൻ്റെയൊക്കെ DNS സെറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. വെറും പരസ്യം കാണിക്കാതിരിക്കാൻ നിങ്ങൾ വലിയൊരു അപകടമാണ് വിളിച്ചു വരുത്തുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത്തരം പ്രൈവറ്റ് DNSകളും ഇല്ലീഗലായിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഫോണിലേക്ക് നേരിട്ട് ആക്സസ് ആണ് കൊടുക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. DNS എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് ആക്സസ് ആണ് നമ്മൾ DNS സെറ്റ് ചെയ്യുന്ന കമ്പനിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഗാലറി, നമ്മുടെ ഫോണിലെ വിവരങ്ങൾ, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ OTP പോലും അവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരം ഇല്ലീഗലായ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഇല്ല. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ സെറ്റിങ്സ് ആണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ആവശ്യമുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകളും ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അത്തരം ആപ്ലിക്കേഷൻ്റെ ഒന്നും നമുക്ക് പരസ്യങ്ങൾ ഞാൻ പറയുന്ന മാർഗ്ഗത്തിലൂടെ തടയാൻ സാധിക്കുന്നതല്ല. അല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷനും ഗെയിമുകളും ഉണ്ട്. ഉദാഹരണം നിങ്ങൾക്ക് എൻ്റെ മുകളിൽ കാണാം, ഒരുപാട് ആപ്ലിക്കേഷൻ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷേ ഇതിൽ പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഇതുപോലെ പരസ്യങ്ങൾ വരും. അതുപോലെ തന്നെ MX പ്ലെയറൊക്കെ തുറക്കാൻ സമ്മതിക്കില്ല. വീഡിയോ പരസ്യങ്ങൾ, എക്സിറ്റ് പോകുമ്പോൾ പരസ്യം, അതുപോലെ തന്നെ ചില ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പരസ്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും നമുക്ക് ഇതുപോലെ പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരം ആപ്ലിക്കേഷൻ്റെ മാത്രം ഞാൻ പറയുന്ന മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നെറ്റ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമുക്ക് പരസ്യമില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഓപ്ഷൻ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ട് മൊബൈൽ ഫോണിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇനി ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇല്ലാത്തവർക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെയൊക്കെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് പരസ്യങ്ങളില്ലാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്താൽ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും ഗെയിമുകളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഇൻ്റർനെറ്റ് ആണോ ഓഫ് ചെയ്യേണ്ടത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതൊന്ന് ഓപ്പൺ ചെയ്താൽ മൊബൈൽ ഡാറ്റ, വൈഫൈ, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഒക്കെ ബട്ടൺ ഓണായി കിടക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. മൂന്നും ഓഫ് ചെയ്യണം. ഇതുപോലെ ഇൻ്റർനെറ്റ് ആവശ്യമില്ലാത്ത ഗെയിമുകളും ആപ്ലിക്കേഷനും ഒക്കെ കണ്ടെത്തി അതിൻ്റെയൊക്കെ ഡാറ്റ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ പരസ്യങ്ങൾ കാണിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ സാധിക്കുന്നതാണ്. ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്. സെറ്റിങ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിലും വെറും ഡാറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തേതുപോലെ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് അല്ല കാണിക്കുന്നത്, ഇതുപോലൊരു പേജാണ് കാണിക്കുന്നത്. ഇനി ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കാണിക്കുന്നത്. ഇനി ഇവിടെയും ഓപ്ഷനിൽ മാറ്റമുണ്ട്. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ കണ്ടെത്തി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തേതുപോലെ സ്വിച്ച് ഓൺ ആയിട്ടല്ല, ഇവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഡിസേബിൾ മൊബൈൽ ഡാറ്റ, ഡിസേബിൾ വൈഫൈ ഡാറ്റ. അപ്പോൾ ഇത്തരം ഫോണുകളിൽ ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ നമ്മൾ ഓഫ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. അതായത് രണ്ടെണ്ണം ഓണിലും ഒരെണ്ണം ഓഫിലുമാണ് വേണ്ടത്. ഇത്തരത്തിൽ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ഓപ്ഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. ഇനി ചില ഗെയിമുകളിലും ആപ്ലിക്കേഷനിലും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ ഡാറ്റ ഓഫ് ചെയ്താലും പരസ്യങ്ങൾ കാണിക്കുന്നത് കാണാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഗെയിമുകളൊക്കെ പരസ്യങ്ങൾ ഓഫ്ലൈനിലും കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത്തരം ആപ്ലിക്കേഷനിലും ഗെയിമിലൊന്നും പരസ്യങ്ങൾ കാണിക്കില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെയും ഗെയിമിൻ്റെയും ഒക്കെ ഇൻ്റർനെറ്റ് ഡാറ്റ ഓഫ് ചെയ്തിട്ട് അതിൽ പരസ്യങ്ങൾ
കാണിക്കുന്നത് തടയാൻ സാധിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ഇതുപോലെ അഗ്രി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഓക്കെ കൊടുക്കേണ്ട ബട്ടൺ കാണാം, മുകളിലും താഴെയൊക്കെ ആയിട്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ചില സമയത്ത് ചില പെർമിഷൻ കൊടുക്കാൻ ഓപ്ഷൻ വരും, അതൊക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ടൊരു ബട്ടൺ കാണാം, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഓക്കെ കൊടുക്കുക. പിന്നെയും താഴെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം, വീണ്ടും ഓക്കെ കൊടുക്കുക. വീണ്ടും വരുന്ന നോട്ടിഫിക്കേഷനിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഇതിനിടയിൽ എന്തെങ്കിലും അഡീഷണൽ പെർമിഷൻ ചോദിക്കുന്നെങ്കിൽ അത് അലോ കൊടുക്കുക. ഇനി ആപ്ലിക്കേഷനകത്ത് ഇവിടെ നിങ്ങൾക്ക് വൈഫൈയുടെ ചിഹ്നവും മൊബൈൽ ഡാറ്റയുടെ ചിഹ്നവും കാണാം. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയാണ് നെറ്റ് ഓഫ് ചെയ്യേണ്ടത്, ജസ്റ്റ് വൈഫൈയും മൊബൈൽ ഡാറ്റയും ഇതുപോലെ ടച്ച് ചെയ്ത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുകളിലെ സ്വിച്ച് ഓണായി കിടക്കെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ഓഫ് ചെയ്യുന്ന ആപ്ലിക്കേഷനും ഗെയിമിനൊന്നും പിന്നീട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനിൽ പിന്നീട് പരസ്യങ്ങൾ കാണിക്കുന്നതുമല്ല. ഇനി നമുക്ക് ഏത് സമയത്തും ഇത് ഓഫും ഓണും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഓണായി കിടക്കുമ്പോൾ ഇത്തരം ആപ്ലിക്കേഷനിൽ പരസ്യങ്ങൾ കാണിക്കില്ല, ഓഫ് ആക്കുമ്പോൾ പരസ്യങ്ങൾ കാണിക്കും. ആ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഈ ഡാറ്റ ഓഫ് ചെയ്തിട്ടും ചില ഗെയിമിലും ആപ്ലിക്കേഷനിലൊക്കെ പരസ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻ്റെ കേശ് ക്ലിയർ ചെയ്താൽ മതി. അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ചില ഫോണിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ, അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് കാണാം. അതിൽ നിന്ന് ഏത് ആപ്ലിക്കേഷൻ്റെ കേശയാണ് ക്ലിയർ ചെയ്യേണ്ടത്, ജസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇവിടെ താഴെ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കേശേ കിട്ടും. ഡാറ്റ ക്ലിയർ ചെയ്യരുത്, കേശേ മാത്രമേ ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ. ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോകുന്നതാണ്. അപ്പോൾ ക്യാഷ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പരസ്യങ്ങൾ കാണിക്കുന്നത് ഒഴിവായി കിട്ടുന്നതാണ്. ഇനി ഇത് മറ്റൊരു മൊബൈൽ ഫോണാണ്. ഇതിൽ ഞാൻ ആപ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആപ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആപ്പ് മാനേജ്മെൻറ്റ് എന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഏത് ആപ്ലിക്കേഷൻ്റെയാണ് ക്യാഷ് ക്ലിയർ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ക്യാഷ് ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടുക. ജസ്റ്റ് ക്യാഷ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.